അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ബ്രഹ്മം എങ്ങനെയാണ് പരമാത്മാവായത് എന്നാണ്. ബ്രഹ്മത്തിന് ആത്മാവും ഇല്ല, ഒന്നുമില്ല. ആത്മശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ എന്ന് ഉള്ള അവസ്ഥയാണ് ആത്മാ, സ്വയം. ഞാനെന്ന് എപ്പോഴെങ്കിലും ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? അതിന് ബൗണ്ടറി ഉണ്ടായി, ഞാനും എൻ്റെ അനുഭവമായിട്ട് മാറി എന്നർത്ഥം. അപ്പോൾ അത് കാരണം ബ്രഹ്മത്തിന് ഞാൻ എൻ്റെ എന്ന് പിരിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സ്വയം എന്ന ഒരു ഭാവന അവിടെ വരുന്നില്ല. പക്ഷേ ഉണ്ട് എന്നുള്ളൊരവസ്ഥ അത് പൂർണ്ണമായതുകൊണ്ട് തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ചേർന്ന് സമ്പൂർണമായതുകൊണ്ടാണ് ബ്രഹ്മം ആയത്. അതിന് ഉണ്ട് 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 എന്നുള്ള ഒരവസ്ഥയേ ഉള്ളൂ എന്നും അതിൻ്റെ ആ ഉണ്ട് എന്നുള്ള അവസ്ഥയുടെ കൂടെ വരുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ കൂടെ ഇൻസെപ്പറബിളായിട്ട് മാറ്റി നിർത്താൻ മേലാത്ത വരുന്ന ഒരു ചോദ്യമാണ് എന്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ പ്രശ്നമാവും. ഉണ്ട് ഉണ്ട് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്ത് എന്നതിൻ്റെ കൂടെ വരും. എന്ത് എന്നറിയണമെങ്കിൽ അതിനെ ഒരു ബൗണ്ടറി ഇട്ട് തിരിക്കണം, അത് മാർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് മേഖലകളായിട്ട് സ്വയം എന്ത് എന്നൊരു ആശയം അതിൻ്റെ കൂടെ വന്നപ്പോൾ അത് രണ്ട് മേഖലകളായി. അതാണ് രണ്ട് പരസ്പര പൂരകങ്ങളായിട്ടുള്ള അവസ്ഥ. ഒന്ന് നെഗറ്റീവ് വേൾഡും ഒന്ന് പോസിറ്റീവ് വേൾഡും. എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. എന്നാൽ അതിനൊരു ബൗണ്ടറി വേണം താനും. അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് വേൾഡ്, നെഗറ്റീവ് നമ്മൾ വിചാരിക്കുന്ന പോലെ നെഗറ്റീവും പോസിറ്റീവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലത്തിൽ തിരിച്ചറിയാൻ പറ്റുകയില്ല. എന്താ കാര്യം? നെഗറ്റീവ് എന്ന് നമ്മൾ ഒരു സമയത്ത് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ മറ്റേ അവസ്ഥയാണ് നെഗറ്റീവ്. എന്നാൽ ഇപ്പുറത്തേക്ക് വരുമ്പോഴോ ആദ്യത്തെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത അവസ്ഥയാണ് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഏതവസ്ഥയിൽ നിന്ന് മറ്റതിനെ പരാമർശിക്കുന്നുവോ അപ്പോഴേ അത് നെഗറ്റീവ്. അതാണ് പൂർണ്ണമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി. നമ്മളുടെ ഒരു സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇവിടെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഈ പോസിറ്റീവ് എന്ന ഒരു അവസ്ഥയിൽ ആണ് പിന്നത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. നെഗറ്റീവെന്നും പോസിറ്റീവെന്നും കൂടുതലെന്നും കുറവെന്നും വിവിധങ്ങളെന്നും വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെന്നും ഭാവങ്ങളെന്നും ചിന്തകളെന്നും ഒക്കെ പറയുന്നത് എന്താണ്? എല്ലാം ദ്വിത്വഭാവങ്ങളായിട്ടാണ് കാണുന്നത്. എവിടെ? നമ്മൾ പോസിറ്റീവ് എന്ന് കണക്കാക്കുന്ന പ്രപഞ്ചത്തിൽ, പോസിറ്റീവ് എന്ന് കണക്കാക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് നെഗറ്റീവ് എന്ന ആ ഒരു പ്രപഞ്ചം ഉണ്ട് എന്ന് ചിന്തിക്കാൻ തന്നെ പറ്റുകയില്ല. എന്താ കാര്യം? അത്രമാത്രം നെഗറ്റീവാണ്. നമ്മളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മിറർ ഇമേജ്, അത് നമ്മളുടെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ അവിടെ എന്താണ്? രണ്ടിനും രൂപം ഒരേപോലെ അനുഭവിക്കാൻ തക്കവണ്ണമാണ്. കണ്ണാടിയിലെ രൂപവും നമുക്ക് അനുഭവിക്കാം, നമ്മളുടെ സ്വയം ബിംബമായിട്ട് നിൽക്കുന്ന നമ്മളെയും നമുക്ക് അനുഭവിക്കാം. അപ്പോൾ രണ്ടും അനുഭവവേദ്യമാകുമ്പോൾ അവിടെ രണ്ടും എൻ്റയർലി നെഗറ്റീവ് സ്ഥാനത്തേക്ക് വരുന്നില്ല. അനുഭവം എന്നുള്ള ഒരു ഏകത്വം അവിടെ ഉണ്ട്. അപ്പം അത് നെഗറ്റീവ് അല്ല. വാസ്തവത്തിൽ ബ്രഹ്മത്തിനുള്ള നെഗറ്റീവ് അല്ല ഇവിടെയുള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒന്ന് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ മറ്റത് യാതൊരു വിധത്തിലും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നർത്ഥം. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എന്നുള്ളത് ഒറ്റ ഒരു വിശാലമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആർക്ക്? ബ്രഹ്മത്തിനാണോ? അല്ല. ബ്രഹ്മം ആ ബ്രഹ്മാവസ്ഥ നഷ്ടപ്പെട്ട് കഴിഞ്ഞു പിരിഞ്ഞപ്പോഴേ. പിന്നെയുള്ളതാരാണ്? പിന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ
ഒരു അവസ്ഥയെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനാണ് എന്ത് ധരിക്കുന്നത്? ഞാനെന്നും എൻ്റെ എന്നും ധരിക്കുന്നതായിട്ട് വരുന്നത്. അപ്പോൾ പൂർണ്ണ പ്രപഞ്ചത്തിന്റെ നിയന്താതാവ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിയന്താതാവ് എന്നാണ് അർത്ഥം. പൂർണ്ണ പ്രപഞ്ചത്തിന്റെ നിയന്താതാവായിട്ടുള്ള ഒരു ആത്മാവ് എന്നുവെച്ചാൽ ആത്മശബ്ദം, ഞാൻ എന്ന ശബ്ദം എന്റെ ഇമേജാണ് എന്ന് ധരിക്കുന്ന ഈ അവസ്ഥ എത്രയാണ്? അത് ബ്രഹ്മത്തിന്റെ ഹാഫ് ആയിട്ടുള്ളതാണ്. ആ ഹാഫിൽ എന്തൊക്കെയുണ്ട്? ഞാനെന്ന് വിചാരിക്കുന്ന ഈശ്വരനും എൻ്റെ എന്ന് വിചാരിക്കുന്ന പ്രകൃതിയുമുണ്ട്. അതുകൊണ്ട് ഈ ഈശ്വരൻ എത്രയൊക്കെ ആണെങ്കിലും അത് മൂന്നായിട്ട് പിരിഞ്ഞതിന്റെ ഒരു ഭാഗമേ ആകാൻ പറ്റുള്ളൂ. ബ്രഹ്മം മൂന്നായിട്ട് പിരിഞ്ഞതിന്റെ ഒരു ഭാഗമേ ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നാലായിട്ട് പിരിഞ്ഞതിന്റെ ഒരു നാലിലൊന്നേ ആകുള്ളെന്നും വേണമെങ്കിൽ പറയാം. എന്താ കാര്യം? ആദ്യം ബ്രഹ്മം രണ്ടായിട്ട് പിരിഞ്ഞതിൽ പോസിറ്റീവ് എന്നെടുക്കുന്ന ആ ഭാഗത്തിലാണ് പരമാത്മാവ് എന്ന ഈശ്വരൻ തന്റെ അനുഭവം, താൻ ബിംബമായിട്ട് വരുമ്പോൾ പ്രതിബിംബമായിട്ട് വരുന്ന പ്രകൃതി, താൻ തന്നെ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് പ്രതിബിംബ രീതിയിൽ മനസ്സിലാക്കുന്നത്. അവിടെ രൂപങ്ങളൊന്നും കൃത്യമായിട്ടുള്ള രൂപങ്ങളില്ല, അനന്ത ഘടകങ്ങളായിട്ട് മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അനന്ത ഘടകങ്ങൾ എന്നൊരു ബോധമാണ് ഉണ്ടാകുന്നത്. ആർക്ക്? പരമാത്മാവിന്. വേറെ ഒരു വൈശിഷ്ട്യവും അവിടെ വരുന്നില്ല. വിശിഷ്ട രൂപങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി വരുന്നതാണ്. അതെന്താണ്? അതിന്റെ അസ്വസ്ഥതകളിൽ നിന്ന് ഒന്ന് രണ്ടായി പിരിഞ്ഞപ്പോൾ അത് മൂന്നായിട്ട് അനുഭവത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുടെ കൂമ്പാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം അവിടെ ഒരു എന്താ പറയുക, തമ്മിലുള്ളൊരു ശ്രമം നടക്കാണ്. ഈ ഘടക യൂണിറ്റുകൾ ചേർന്ന് ഒന്നാകാൻ, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാൻ. ഒരു ജലാശയത്തിൽ ഒരു കല്ലിട്ടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയിൽ നിന്നുണ്ടാകുന്ന ഓളം, ആ ഓളം തന്റെ പൂർവ്വസ്ഥാനത്തേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് ഓളം ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടുള്ള പ്രതീതി ഉണ്ടാകുന്നു. അങ്ങനെ തീർന്ന് ഓളം പഴയ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ശാന്തമാകുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു ഓളം, പ്രകൃതി എന്നുള്ള ഒരു ഓളം ജനിച്ചു കഴിയുമ്പോൾ അതിനെ ആ ജനിക്കുന്നതിന് മുമ്പിലേക്കുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അനന്ത ആയ ഘടക യൂണിറ്റുകൾ. ബോധമൊന്നും ആയിട്ടില്ല അപ്പോൾ ശരിക്ക്. പരമാത്മാവ് എന്നുള്ളതിന്റെ ഒരു പ്രതിബിംബ രൂപത്തിൽ പ്രകൃതി ഉണ്ടാകാൻ പോണതേ ഉള്ളൂ. അവിടെ ഞാൻ എൻ്റെ അനുഭവം എന്ന് തിരിച്ച് കാണാൻ ശ്രമിക്കുക. കാണണമെങ്കിലോ ഇതൊക്കെ ഒരു ഇന്ദ്രിയമുണ്ടാകണം അറിയണമെങ്കിൽ. ഇന്ദ്രിയങ്ങൾ എത്രയുണ്ടാകണം? അനന്തത മനസ്സിലാക്കണമെങ്കിൽ അനന്ത ഇന്ദ്രിയങ്ങൾ വേണം. എന്ന് പറഞ്ഞാൽ സമാന ഗ്രൂപ്പിൽ വൈവിധ്യങ്ങളുമായിട്ടാണ് അട്രാക്ഷൻ വരിക. പോളുകൾ എന്ന് പറയുന്നതിൽ നോർത്ത് പോള്, സൗത്ത് പോൾ എന്നുള്ള ആ നെഗറ്റിവിറ്റി വരുമ്പോഴാണ് ആകർഷണം വരിക. ഇതിനെ ചേർത്ത് ഒന്നാകാൻ, എല്ലാം കൂടി ഒന്നാകാനുള്ള ശ്രമത്തിൽ എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി. അപ്പൊ അനന്ത യൂണിറ്റുകളായിട്ട് പിരിഞ്ഞിരിക്കുകയാണെന്ന് ഇപ്പൊ അത്രയും മനസ്സിലായാൽ മതി. അനന്ത യൂണിറ്റുകളായിട്ട് പിരിഞ്ഞു. ഈ പിരിഞ്ഞതെന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ള അസ്വസ്ഥതകൾക്കാണ് അവിടെ ജന്മം നൽകിയത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിരിയുമ്പോൾ ആശയമായിട്ട് ഞാൻ എന്നുള്ള അവസ്ഥ, ആ പരമാത്മാവും അതിന്റെ ഒരു റോ മെറ്റീരിയലായിട്ട് അനന്ത യൂണിറ്റുകളും. എവിടെ മാത്രമാണ് അനന്ത യൂണിറ്റ്? ആദ്യം ബ്രഹ്മം പിരിഞ്ഞ് രണ്ട് ഗ്രൂപ്പായിട്ട് അനന്ത യൂണിറ്റുകളായിട്ട് പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞതുപോലെ ഇവിടെ അനന്ത യൂണിറ്റുകൾ അതും രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്ന് പ്രകൃതി എന്നും രണ്ട് ഈശ്വരൻ എന്നും പിരിഞ്ഞു. ഈശ്വരൻ ഒരു കോമ്പിനേഷൻ യൂണിറ്റും
പ്രകൃതി എന്നുള്ളത് ഘടക യൂണിറ്റുകളുടെ ഒരു അവസ്ഥയുമായിട്ടാണ് മാറിയിരിക്കുന്നത്. ബാക്കി നമുക്ക് അതിൻ്റെ പഠനങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ഉറച്ച് ചിന്തിച്ച് ഉറപ്പിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്ന് ഇത് മതി. നന്ദി, നമസ്കാരം.